ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് ആദ്യമായി കാപ്പ കേസ് പ്രതി തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R സുഗതന്റെ സത്യപ്രതിജ്ഞ വിയൂർ ജയിലിൽ നടന്നു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5 വർഷം ഭരണം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് VV രാജേഷ്. പാലിയക്കര മേൽപ്പാലത്തിന് താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തലവണിക്കര സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. കൊലപാതകമെന്നാണ് സംശയം. തൃശൂർ കോർപ്പറേഷന്റെ പറവട്ടാനി ഇലക്ട്രിസിറ്റി സ്റ്റോറിൽ നിന്ന് ചെമ്പ് കമ്പി കടത്തിയതിൽ വിജിലൻസ് അന്വേഷണത്തിന് കൌൺസിൽ. ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷം. ദേശീയപാത ശ്രീനാരായണപുരം ആലയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. 5-ാം പരുത്തി സ്വദേശി കബീറാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മകന് പരിക്കേറ്റു. ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ഫൈനൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ആദ്യമായി കാപ്പ കേസ് പ്രതിയായ ജനപ്രതിനിധിയുടെ സത്യപ്രതിജ്ഞ ജയിലിൽ നടന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R സുഗതനാണ് വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. യഥാർത്ഥമായ വിശ്വാസവും ആശങ്കയോ മമതയോ വാത്സല്യമോ ഉദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യം യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുന്നു. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിയൂർ സെൻട്രൽ ജയിലിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തിരുവനന്തപുരം മേയർ VV രാജേഷ് കൌൺസിലർ R സുഗതന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈശ്വരനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, കോർപ്പറേഷൻ സെക്രട്ടറി മുഹമ്മദ് ഷാഫി, വിയൂർ ജയിൽ സൂപ്രണ്ട് RS രാജേഷ് കുമാർ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുമാർ, സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കൃത്യസമയത്ത് തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കി സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ മേയർ VV രാജേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഉത്തരവനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ R സുഗതൻ ഒരു തവണ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള സാഹചര്യമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ വിയൂർ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹം ഇപ്പോൾ കിടക്കുന്നത്. അവിടെ വന്ന് ജയിൽ സൂപ്രണ്ടിന്റെയും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ സാന്നിധ്യത്തിൽ ആ ചടങ്ങ് നിർവഹിച്ചു. ഹൈക്കോടതി ഉത്തരവ് പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് നടപ്പിലാക്കി. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയും അതോടൊപ്പം തന്നെ കേരള ഹൈക്കോടതിയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൗൺസിലറുടെ അഭിഭാഷക സംഘം അക്കാര്യങ്ങളുടെ വിശകലനം ചെയ്ത് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിൽ വരുന്ന ഉത്തരവുകൾ അനുസരിച്ച് ആ ഉത്തരവുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് കോർപ്പറേഷന്റെ ദൗത്യം. ഞങ്ങൾ അക്കാര്യങ്ങൾ ചെയ്യും. കൗൺസിലർ യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇക്കാര്യങ്ങളെല്ലാം കോടതിയുടെ പരിഗണനയിലാണെന്ന് പറഞ്ഞു. ഇക്കാര്യത്തിൽ കൗൺസിലറുടെ അഭിഭാഷക സംഘം അതിന് നേതൃത്വം നൽകും. കൗൺസിലർ അവധി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും അക്കാര്യത്തിൽ ലീഗൽ ഒപ്പീനിയൻ തേടിയിരിക്കുകയാണെന്നും കൗൺസിലറുടെ അഭാവത്തിൽ ഡിവിഷനിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും മേയർ എന്ന നിലയിൽ താൻ തന്നെ നേരിട്ട് നേതൃത്വം നൽകുമെന്നും VV രാജേഷ് മറുപടി നൽകി. കാപ്പ കേസ് കേരളത്തിൽ മാത്രമേയുള്ളൂ. ഇതിനേക്കാൾ കേസുള്ളവരാണ് പലരും. ഇതിന്റെയെല്ലാം അന്തിമ മറുപടി പറയേണ്ടത് കോടതിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളിൽ നിന്ന് ഒരിഞ്ച് പോലും പുറകോട്ട് പോകില്ലെന്നും മേയർ പറഞ്ഞു. കാപ്പ ആക്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളൊക്കെ തന്നെ ഈ നിൽക്കുന്ന എല്ലാവരും കോർപ്പറേഷനിലിരിക്കുന്ന പല കൗൺസിലർമാരും ഒക്കെ തന്നെ രാഷ്ട്രീയമായി പലതരത്തിലുള്ള സമരങ്ങളിലും ഒക്കെ പങ്കെടുത്തതിൻ്റെ കേസുകൾ പ്രതികളാണ്. എണ്ണമേറിയും കുറഞ്ഞുവരിക്കും. ഇപ്പോൾ ഈ പറയുന്ന പലരെക്കാളും കൂടുതൽ കേസ് ഉള്ളവരാണ് ഈ നിൽക്കുന്ന എൻ്റെ ഇടത് വലത് ഭാഗത്ത് നിൽക്കുന്നവരും. എൻ്റെ കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രവർത്തിക്കുന്ന കൗൺസിലർമാർ ഏറെക്കുറെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തൊക്കെ ഉള്ളവരുണ്ട്. അതിൻ്റെയൊക്കെ ഫൈനലി അതിൻ്റെ അഭിപ്രായം പറയേണ്ട ബഹുമാനപ്പെട്ട കോടതികളാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള പ്രതിപക്ഷം പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രതികരിക്കേണ്ടതായിട്ടുള്ളൂ. TCV ന്യൂസ്, തൃശൂർ. പാലിയക്കര മേൽപ്പാലത്തിന് താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തലവണിക്കര സ്വദേശി പണ്ടാരപ്പറമ്പിൽ വീട്ടിൽ 70 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് മേൽപ്പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടത്. തലയിൽ അടിയേറ്റ് രക്തം വാർന്ന നിലയിലാണ്. കൊലപാതകമാണെന്നാണ് സംശയം. സമീപത്ത് കിടന്നിരുന്ന കരിങ്കല്ലിൽ രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മൃതദേഹത്തിന് സമീപത്ത് ഒരു ബാഗുണ്ട്. പാലിയക്കര പ്രദേശത്തുള്ള വീടുകളിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന ആളാണ് ചന്ദ്രനെന്ന് പോലീസ് പറഞ്ഞു.
കൂടുതൽ വിവരങ്ങളുമായി സരീഷ് ചേരുന്നു. സരീഷ്, കൊലപാതകം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചോ? അതുപോലെ തന്നെ പോലീസ് നടപടികൾ പൂർത്തീകരിച്ചോ? സൂര്യ, ഇന്ന് രാവിലെയാണ് ഈ ചന്ദ്രന്റെ മൃതദേഹം മേൽപ്പാലത്തിന്റെ താഴെയുള്ള തൂണി ചാരിയിരിക്കുന്ന രീതിയിൽ കണ്ടെത്തിയത്. അവിടെയുള്ള പരിസരവാസികളാണ് അതുവഴി പോയ പരിസരവാസികളാണ് ഈ മൃതദേഹം കണ്ടത്. തുടർന്ന് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയായിരുന്നു. ഈ മരണത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. തലക്കടിയേറ്റ് മരിച്ചതാകാമെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. അത് കൊലപാതകത്തിലേക്ക് ആണ് ഇപ്പോൾ പോലീസ് കാണുന്നത്. കാരണം തലയിൽ നിന്നും അടിയേറ്റ രീതിയിൽ രക്തം വാർന്നൊലിക്കുന്ന രീതിയിലാണ് മൃതദേഹം നിലവിലുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി ഒരു 11 മണിയോട് കൂടി ഈ ഭാഗത്ത് ഇവര് ഒച്ചയും ബഹളമൊക്കെ കേട്ടിരുന്നുവെന്ന് സമീപത്തുള്ള തട്ടുകടക്കാർ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരാൾ ഓടിപ്പോകുന്നതായും ഈ തട്ടുകടക്കാർ കണ്ടിരുന്നു. പിന്നീട് ഇവരാരും അവിടെ ശ്രദ്ധിച്ചില്ല. ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആള് വർഷങ്ങളായി വീട്ടുകാരുമായി അകന്നു കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഇയാൾ മേൽപ്പാലത്തിന്റെ താഴെയാണ് കുറച്ച് നാളുകളായിട്ട് താമസിക്കുന്നത് പറയുന്നു. അതോടൊപ്പം തന്നെ പല ആളുകളും അവിടെ താമസിക്കുന്നുണ്ട്. അതിനുണ്ടായതാണോ ഈ സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. സമീപത്തുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് CCTV ക്യാമറകളെല്ലാം പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഫോറൻസിക് നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമേ ഇത് മരണകാരണം വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതുക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തിയിരുന്നു. ഇനി തുടർന്ന് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. സൂര്യ. ശരി സരീഷ്, വിവരങ്ങൾ നൽകിയതിന്. തൃശൂർ കോർപ്പറേഷന്റെ പറവട്ടാനി ഇലക്ട്രിസിറ്റി സ്റ്റോറിൽ നിന്ന് 11,000 കിലോയിലധികം ചെമ്പ് കമ്പി കടത്തിയതിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കൌൺസിൽ. കഴിഞ്ഞ LDF ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഭരണസമിതി ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷം. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു. അഭിജിത്ത്, കഴിഞ്ഞ ഭരണസമിതിയിൽ ഏറെ വിവാദമായ ഒരു വിഷയമായിരുന്നു ഈ ചെമ്പ് കമ്പി മോഷണം. ഇപ്പോഴത്തെ കൌൺസിൽ വിജിലൻസ് അന്വേഷണവുമായാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സൂര്യ, ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ LDF ഭരണസമിതിയെ വെട്ടിലാക്കിയ ഒരു മോഷണമായിരുന്നു തൃശൂർ കോർപ്പറേഷന്റെ പറവട്ടാനി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സ്റ്റോറിൽ ഉണ്ടായ 10,000-ലധികം കിലോ വരുന്ന ചെമ്പ് കമ്പിയുടെ മോഷണം. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആക്ഷേപവും LDF ഭരണസമിതിക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിലും ഉണ്ടായിരുന്നു. കാരണം CITU-വിന്റെ നേതാവായിരുന്ന ഒരാൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപവും ഈ കാലത്ത് ഉയർന്നു. അദ്ദേഹത്തിന്റെ അറിവോടെ മുൻകൈ എടുത്തുകൊണ്ടുള്ള മോഷണമാണ് നടന്നതെന്നുള്ള ആരോപണവും കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണവും നടക്കുന്നു. പോലീസിന്റെ അന്വേഷണത്തിന് പുറമെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നിരുന്നു. ഇതിലൊന്നും തൃപ്തി പോലെയാണ് ഇത്തവണ UDF അധികാരത്തിലേറി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇന്ന് പ്രധാന അജണ്ടയായി ഒന്നാമത്തെ അജണ്ടയായി ചർച്ച ചെയ്ത വിഷയം വിജിലൻസിന് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു അജണ്ട കൊണ്ടുവന്നത്. ഇതിനെ BJP അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള LDF കൗൺസിലർമാരും പിന്തുണയ്ക്കുകയുണ്ടായി. കാരണം വലിയ രീതിയിലുള്ള ആക്ഷേപം ഈ അവസരത്തിൽ ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവർ ഉന്നയിച്ചു. കാരണം കപ്പലിൽ തന്നെയായിരുന്നു കള്ളന്മാർ ഈ കപ്പലിലുണ്ടായിരുന്ന കള്ളന്മാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള അഴിമതിയും അതുപോലെ തന്നെ കൊള്ളയും നടന്നത്. ഇത് പകൽ കൊള്ളയാണെന്ന് മേയർ അടക്കമുള്ളവരും പറയുകയുണ്ടായി. എന്നാൽ അതേസമയം ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും സ്വാഗതം ചെയ്ത പ്രതിപക്ഷ നേതാവ് TR ഹിരൺ കഴിഞ്ഞ LDF ഭരണസമിതിയെ അടക്കം ആക്ഷേപിക്കുന്നതിനെ എതിർത്തും സംസാരിച്ചു. കാരണം ഭരണസമിതിയിലുള്ള ഏതെങ്കിലും ഒരാൾ ഇതിന് ചുക്കാൻ പിടിക്കുകയോ കുട പിടിക്കുകയോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവന്നാൽ അപ്പോൾ നിങ്ങൾക്കൊപ്പം അതായത് അവസാന പ്രതിയെയും തുറങ്കിൽ അടയ്ക്കുന്നവരെ ഒപ്പം ഉണ്ടാകുമെന്നുള്ള തുറന്നു പറച്ചിലും പ്രതിപക്ഷം നടത്തുകയുണ്ടായി. എന്തായാലും പൂർണ്ണ അർത്ഥത്തിൽ ഏകകണ്ഠമായി വിജിലൻസ് അന്വേഷണത്തിന് ഇപ്പോൾ കൗൺസിൽ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. ഇതോടെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച മോഷണത്തിൽ ഇപ്പോൾ സംസ്ഥാന വിജിലൻസിന് അന്വേഷണം കൈമാറാനുള്ള തീരുമാനത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ. സൂര്യ. ശരി അഭിജിത്ത്.
ദേശീയപാതയിൽ ശ്രീനാരായണപുരം ആലയിൽ ചാനൽ സംഘം സഞ്ചരിച്ച കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. അഞ്ചാം പരുത്തി സ്വദേശി കാട്ടുപറമ്പിൽ 56 വയസ്സുള്ള കബീറാണ് മരിച്ചത്. ഇയാളുടെ മകൻ റംസാന് ഗുരുതരമായി പരിക്കേറ്റു. കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ന്യൂസ് മലയാളം ചാനൽ സംഘം സഞ്ചരിച്ച ഇനോവ കാർ എതിരെ വന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഷൊർണൂർ തടയണയിൽ നിന്ന് മണലൂറ്റൽ തുടരുന്നു. തടയണയുടെ സമീപത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചും പുഴയിലേക്ക് അതിശക്തമായ മോട്ടോർ ഇറക്കിയും എടുത്ത മണൽ വലിയ കുന്നുപോലെയാണ് സമീപത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. ദിനംപ്രതി 100 കണക്കിന് ലോഡ് മണലാണ് തമിഴ്നാട്ടിലേക്ക് അടക്കം കൊണ്ടുപോകുന്നത്. തടയണയിലെ മണൽ എടുക്കുക എന്ന പേരിൽ അധികൃതരിൽ നിന്ന് രേഖ വാങ്ങിച്ച് മണലൂറ്റൽ നടത്തുകയാണെന്നാണ് ആക്ഷേപം. മണലൂറ്റലിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പരിസ്ഥിതി സ്നേഹികൾ. ചാഴൂർ വടക്കേ ആലിനു സമീപത്തെ 2 വീലർ വർക്ക്ഷോപ്പിൽ തീപിടുത്തം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അഗ്നിബാധ ഉണ്ടായത്. വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ചിരുന്ന മുഴുവൻ വാഹനങ്ങളും കത്തിനശിച്ചു. തൃശൂർ, നാട്ടിക എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. തിരുവില്ലാമല മല്ലേശമംഗലത്ത് കുടിവെള്ള പൈപ്പിന് വേണ്ടി ചാലുകീറി റോഡ് തകർന്നു. കുടിവെള്ളം ലഭിക്കാതെ പ്രദേശവാസികൾ. തിരുവില്ലാമല വാർഡ് 11 മല്ലേശമംഗലം കോട്ടാട്ടുകുന്ന് പുത്തൻമാരി റോഡാണ് 2 വർഷത്തിലധികമായി തകർന്നുകിടക്കുന്നത്. ജൽജീവൻ കുടിവെള്ള പദ്ധതിക്കായി പ്രദേശത്തെ റോഡുകൾ മുഴുവനും പൈപ്പിടുന്നതിനായി JCB ഉപയോഗിച്ച് ചാലുകൾ കീറുകയായിരുന്നു. പൈപ്പിട്ടതിനു ശേഷം ചാലുകൾ മൂടിയെങ്കിലും റോഡുകളിൽ കുണ്ടും കുഴിയും രൂപപ്പെട്ടു. പ്രദേശവാസികൾക്ക് കുടിവെള്ളം ലഭിച്ചതുമില്ല. നിലവിലെ റോഡിന്റെ അവസ്ഥ മൂലം സ്കൂൾ വാഹനങ്ങളും അടിയന്തര സർവീസ് നടത്തുന്ന ആംബുലൻസ് പോലും എത്തുന്നില്ല. കാൽനടയാത്ര പോലും അസാധ്യമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ജലജീവന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് റോഡ് കുത്തിപ്പൊളിച്ച് ഇങ്ങനെ നാശാക്കി ഇതാക്കിയിട്ടുണ്ട്. ഇപ്പൊ 2 വർഷമായിട്ട് അതിനെ റിപ്പയർ ചെയ്യുകയോ കാര്യങ്ങളോ അതൊന്നുമില്ല. ബസ് വരാനും ബുദ്ധിമുട്ട്, പിന്നെ വലിയ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ മതിലിടിച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നു. വണ്ടികൾ വരുമ്പോൾ 2 വണ്ടി എതിരെ വണ്ടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിയൊക്കെ വീട്ടിലേക്ക് ആ സൈഡിലേക്കാണ് കയറി പോണത്. മഴ പെയ്യുമ്പോഴും ചെറിയ കുട്ടികൾ വരുമ്പോഴൊന്നും മാറി നിൽക്കാനൊന്നും പറ്റാതെ സ്കൂൾ വണ്ടികൾ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വണ്ടികൾ വന്നാലോ അപ്പുറം മുട്ടിയിട്ട് വേണം നടക്കണമെങ്കിൽ. അവനവന്റെ ഇതും കുട്ടികളെ വണ്ടി വിളിച്ചാലും കൂടി വരാണ്ടിരിക്കുന്നു. ഇന്നത്തെ അവസ്ഥ അങ്ങനെയായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത്. ഒരു ബസ് വന്നാലോ അല്ലെ ഒന്ന് മാറി നിൽക്കാനോ യാതൊരു ഇതുമില്ല. റോഡ് ഭയങ്കര മോശമാണ്. പ്രദേശവാസികൾ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കിയാണ് റോഡിന്റെ ചില ഭാഗങ്ങളിൽ ഗതാഗത സൗകര്യമൊരുക്കുന്നത്. അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടികളും എടുത്തിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. TCV ന്യൂസ്, ചേലക്കര. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ നഴ്സ് സമരത്തിനെതിരെ തുറന്നടിച്ച് കത്തോലിക്ക സഭാ മുഖപത്രമായ ദീപിക. ജൂബിലി നഴ്സുമാർക്കൊപ്പമാണ് സർക്കാരിന്റെ ശമ്പള പരിഷ്കരണ ന്യായമെങ്കിൽ അത് കൊടുക്കും. നഴ്സുമാരുടെ പണം തിരിമറി നടത്തി ഒളിച്ചു നടന്നവരുടെ ദുരൂഹ സമരാഭാസത്തിനും വേട്ടക്കാർക്കും വഴങ്ങില്ലെന്നും മുഖപത്രം ചൂണ്ടിക്കാട്ടി. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ UNA തുടരുന്ന സമരത്തിന്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടാൻ സമയമായി. ജൂബിലിയേക്കാൾ വളരെ കുറവ് ശമ്പളമുള്ള ആശുപത്രികളിലേക്ക് UNA സമരത്തിന് പോകാത്തത് എന്തുകൊണ്ടാണെന്നും കത്തോലിക്ക സഭാ മുഖപത്രം ചോദിക്കുന്നു. എരുമപ്പെട്ടി പതിയാരം കാവാലൻചിറയിൽ മത്സ്യകൃഷിക്കായി സ്ഥാപിച്ച വലയിൽ ഈനാമ്പേച്ചി കുരുങ്ങി. അവശനിലയിൽ കണ്ടെത്തിയ ഈനാമ്പേച്ചിയെ നാട്ടുകാരുടെ സഹായത്തോടെ അനിമൽ റെസ്ക്യൂ ടീം അംഗം ബൈജു കടങ്ങോട് രക്ഷപ്പെടുത്തി. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ ദിവസങ്ങളായി വലയിൽ കുരുങ്ങിയ നിലയിലായിരുന്നു. കുളം മൂടിക്കിടക്കുന്ന വലയിൽ ദിവസങ്ങൾക്ക് മുൻപ് മയിൽ കുരുങ്ങിയിരുന്നു. മേഖലയിൽ ഒരു വിഭാഗം കർഷകർ കുളത്തിൽ ഫിഷറീസിന്റെയും എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും അനുമതിയോടെ മത്സ്യകൃഷി നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കുളത്തിന് മുകളിലെ വല സ്ഥാപിച്ചത്. വല അഴിച്ച് മാറ്റി കുളം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നാട്ടുകാർ ജില്ലാ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വല നീക്കം ചെയ്യാൻ പഞ്ചായത്ത് കർഷകർക്ക് ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ ഈ ഉത്തരവിനെതിരെ കർഷകർ കോടതിയിൽ നിന്ന് സ്റ്റേ നേടിയിട്ടുണ്ട്. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം കഞ്ചാവുമായി 2 യുവാക്കളെ പിടികൂടി. പാലക്കാട് നെന്മാറ സ്വദേശികളായ മേലേക്കണ്ടത്തിൽ വീട്ടിൽ എബ്രഹാം, തോട്ടുങ്ങൽ വീട്ടിൽ ജിഷ്ണു എന്നിവരെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. ചെറുതുരുത്തി CI രാജേന്ദ്രൻ നായർ, SIമാരായ സതീഷ് കുമാർ, ബാബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇടവേള. മോനെ
അളിയാ പെട്ടെന്ന് വാ, സാധനം കിട്ടിയിട്ടുണ്ട്. നീ പോകുന്നതിന് മുമ്പ് ആ കേബിളൊന്ന് ശരിയാക്കിയിട്ട് പോണേ. ഇന്ന് എല്ലാരും ഉണ്ടല്ലോ ഒരുമിച്ച് സിനിമ കണക്റ്റായി. കണക്ട് ആകൂ, ലഹരിയോട് ഡിസ്കണക്ട് ആകൂ. കേരള വിഷൻ. വാർത്തയിലേക്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അരിമ്പൂർ ശാഖയുടെ എറവ് അഞ്ചാങ്കല്ലിലുള്ള ATM മെഷീനിൽ പാമ്പ് കയറി. പണം എടുക്കാനെത്തിയ ആളുടെ കാലിലൂടെ ഇഴഞ്ഞ പാമ്പ് ATM മെഷീന് പുറകുവശത്തേക്ക് ഇഴഞ്ഞു പോകുകയായിരുന്നു. പാമ്പ് പിടുത്തക്കാരും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളോളം തിരഞ്ഞിട്ടും പാമ്പിനെ കണ്ടെത്താനായില്ല. പാമ്പിനെ കണ്ടെത്താൻ ATM മെഷീന് പുറകിലെ ഷീറ്റ് അഴിച്ചെടുത്തെങ്കിലും കണ്ടില്ല. പാമ്പ് ATM മെഷീനുള്ളിലേക്ക് പോയതായാണ് സംശയം. 2 ദിവസം മുൻപ് ഇതേ ബാങ്കിന്റെ ഓഫീസിനുള്ളിലും പാമ്പിനെ കണ്ടെത്തിയിരുന്നു. പാവറട്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തൂഫാൻ വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ലഹരി വിരുദ്ധ പരിപാടി വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്ന ക്യാമ്പയിൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ 11-ന് പാവറട്ടി പള്ളിനടയിൽ നിന്ന് പഞ്ചായത്തിലേക്ക് വിളംബര റാലി സംഘടിപ്പിക്കും. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ, വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ്, സ്ഥിരം സമിതി അധ്യക്ഷരായ VJ വർഗീസ്, ഉമ്മർ സലീം, സുഹ്റാബി ഹമീദ്, കോർഡിനേറ്റർ രഞ്ജിത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ഫൈനലിസ്റ്റിനെ അറിയാൻ മണിക്കൂറുകൾ മാത്രം. ഫ്രാൻസ് സ്പെയിൻ ആദ്യ സെമി പോരാട്ടം രാത്രി 12:30. മറന്നുള്ള പടയൊരുക്കമാണ് ഇരുകൂട്ടരും നടത്തുക. ഫിഫ ലോക റാങ്കിങ്ങിൽ 2-3 സ്ഥാനക്കാരായ സ്പെയിനും ഫ്രാൻസും പരസ്പരം കുമ്പുകോർക്കുമ്പോൾ മത്സരഫലം പ്രവചനാതീതമാണ്. ഗോൾഡൻ ബൂട്ടിനായി കടുത്ത പോരാട്ടം നടത്തുന്ന കിലിയൻ എംബാപ്പയാണ് ഫ്രഞ്ച് പടയുടെ തേരാളി. തന്നെയാണ് മുൻ ചാമ്പ്യൻ. 2ാം സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെയും നേരിടും. സ്പോർട്സ് ഡെസ്ക് TCV. ലോകകപ്പ് മാമാങ്കം ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോൾ കളിക്കാരുടെ ചിത്രങ്ങൾ വരച്ച് വ്യത്യസ്തനാവുകയാണ് അസ്ലം എന്ന വിദ്യാർത്ഥി. തൃപ്രയാറിലെ PM നജീബിന്റെ ഉടമസ്ഥതയിലുള്ള അടഞ്ഞുകിടക്കുന്ന കടയുടെ ഷട്ടറിൽ വേൾഡ് കപ്പിലെ വിവിധ ടീമുകളിലെ പ്രഗത്ഭരായ കളിക്കാരായ മെസ്സി, നെയ്മർ, റൊണാൾഡോ, എംബാപ്പെ, യമാൽ, മോൺട്രിച്ച്, ഉസീഞ്ഞ, ഹാലൻഡ് എന്നിവരുടെ ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത്. ചിത്രം വരച്ച അസ്ലമിനെ തൃപ്രയാർ സർഗ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സർഗ സംസ്കൃതി ചെയർമാൻ ജയൻ ബോസ് അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ ആൻഡോ തൊറയിൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പോൾ ചിറ്റിലപ്പള്ളി, PM നജീബ്, KS ഷെല്ലി, മോഹൻദാസ്, ആദിത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. താന്യം സ്വദേശി പോക്കാലത്ത് സാലിയുടെ മകനാണ് അസ്ലം. പെങ്ങാമുക്കിനെയും വടുതലയെയും ബന്ധിപ്പിക്കുന്ന പൊതുമരാമത്ത് റോഡിലെ ചെറുവള്ളിക്കടവ് പാലത്തിന്റെ പൈലിംഗ് പ്രവർത്തികൾ ആരംഭിച്ചു. നിർമ്മാണ സ്ഥലം MLA AC മൊയ്തീൻ സന്ദർശിച്ച് പുരോഗതി വിലയിരുത്തി. 12 കോടി രൂപ അനുവദിച്ചാണ് പുതിയ പാലം യാഥാർത്ഥ്യമാക്കുന്നത്. നിലവിൽ താൽക്കാലിക പാലത്തിലൂടെയാണ് ചെറുവാഹനങ്ങൾ കടന്നുപോകുന്നത്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, PWD സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, കൌൺസിലർമാരായ NA ഷനോഫ്, രുദ്ര രജീഷ് തുടങ്ങിയവർ സന്നിധരായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധവുമായി BJP. വടക്കാഞ്ചേരി നഗരസഭ ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് UDF സർക്കാർ വെട്ടിക്കുറച്ചത് വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് വടക്കാഞ്ചേരി നഗരസഭ BJP പാർലമെന്ററി പാർട്ടി നേതാവ് E കൃഷ്ണനുണ്ണി, ശ്രുതി സതീഷ് എന്നിവർ പറഞ്ഞു. ഫണ്ട് വെട്ടിക്കുറച്ച സംഭവത്തിൽ സർക്കാർ പുനഃപരിശോധന നടത്തണമെന്നും BJP കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. റെസിഡൻസ് അസോസിയേഷനുകളുടെ ദേശീയ സംഘടനയായ
റെസിഡൻസ് അസോസിയേഷനുകളുടെ ദേശീയ സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് റെസിഡന്റ് വെൽഫെയർ അസോസിയേഷന്റെ തൃശൂർ ജില്ലാ പ്രഥമ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. രാജൻ ജെ പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AG ധീരജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് മുരളീധരൻ പുതുക്കുടി, ജില്ലാ ട്രഷറർ ഹരിദാസ്, ജില്ലാ സെക്രട്ടറി സനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നിന്ന MVI PV ബിജുവിനെ സർവീസിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. സർവീസിൽ ഉടനീളം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി പൊതുജനങ്ങളോടും ബസ് ഉടമകളോടും മോശമായ രീതിയിൽ പെരുമാറുന്ന MVI ബിജുവിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. KBTA സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ പടമാടൻ, KBTA തൃശൂർ ജില്ലാ സെക്രട്ടറി മുജീബ് റഹ്മാൻ, KBTA തൃശൂർ ജില്ലാ കമ്മിറ്റി കോർഡിനേറ്റർ കൃഷ്ണ കിഷോർ, KBTA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് വിശ്വനാഥൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വെങ്കിടങ് പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് MK ഹബീബ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമൻ ഫ്രാൻസിസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മണികണ്ഠൻ മഞ്ചറമ്പത്ത്, ജെസി റാഫേൽ, റിനിത കബീർ, സെക്രട്ടറി ഷീബ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PP സ്റ്റീഫൻ എന്നിവർ പങ്കെടുത്തു. ബിനി ഇമ്മട്ടി അനുസ്മരണവും അവാർഡ് സമർപ്പണവും ഈ മാസം 17-ന് സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അനുസ്മരണ പ്രഭാഷണം നടത്തും. കലാ, കായിക, സാംസ്കാരിക, സാമൂഹ്യ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരെ ചടങ്ങിൽ ആദരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ബിനി ഇമ്മട്ടി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജോയ് പ്ലാശ്ശേരി, സെക്രട്ടറി സേവ്യർ ചിറയത്ത്, ട്രഷറർ ഷിബു മഞ്ഞളി, ജോയിന്റ് സെക്രട്ടറി PD അനിൽ, KJ ബിനോയ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,090 രൂപ, പവന് 1,04,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് ആദ്യമായി കാപ്പ കേസ് പ്രതി തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R സുഗതന്റെ സത്യപ്രതിജ്ഞ വിയൂർ ജയിലിൽ നടന്നു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5 വർഷം ഭരണം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് VV രാജേഷ്. പാലിയക്കര മേൽപ്പാലത്തിന് താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തലവണിക്കര സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. കൊലപാതകമെന്നാണ് സംശയം. തൃശൂർ കോർപ്പറേഷന്റെ പറവട്ടാനി ഇലക്ട്രിസിറ്റി സ്റ്റോറിൽ നിന്ന് ചെമ്പ് കമ്പി കടത്തിയതിൽ വിജിലൻസ് അന്വേഷണത്തിന് കൗൺസിൽ. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷം. ദേശീയപാത ശ്രീനാരായണപുരം ആലയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. 5-ാം പരുത്തി സ്വദേശി കബീറാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മകന് പരിക്കേറ്റു. ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.